ഹായ് ഫ്രണ്ട്സ്, ബ്രദേഴ്സ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവസാന മിനുക്ക് പണിയിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വരൂ, നിങ്ങളെ ആ ദൃശ്യം ഒന്ന് കാണിക്കാം. ഞങ്ങളിതാ ഒരു ബിരിയാണി തയ്യാറാക്കാൻ പോവുകയാണ്. ഈ റെസ്റ്റോറൻറ്റിന്റെ ഉടമകളും എൻ്റെ കൺട്രാക്റ്റും കൂടി ചേർന്ന് ഞങ്ങൾക്ക് കുറെ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് മേടിച്ചു തന്നു. ഞങ്ങളുടെ പണിക്കാർക്ക് വേണ്ടി ഒരു ബിരിയാണി തയ്യാറാക്കാൻ പോകുന്ന ദൃശ്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ. വരൂ, നമുക്കിനി ആ ദൃശ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞങ്ങളൊരു 200 കോഴിയാണ് ഞങ്ങൾക്ക് ഇന്ന് ദം ബിരിയാണിക്കായി ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിനെ ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായി നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഈ ചിക്കൻ മുഴുവനും ബിരിയാണിയുടെ പരുവത്തിന് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കൻ പീസ് എല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തു, കുറച്ച് മല്ലിപ്പൊടി എടുത്തു, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ഉപ്പും കൂടി ഇട്ട് അതിനുശേഷം കുറച്ച് ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോഴി അതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക, അതിൽ വാരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ പീസുകൾ ഇതേപോലെ അരവേവ് മതിയാകും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രൈ ചെയ്ത ഓയിലെല്ലാം കൂടി ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം സവാള ഒരു 5 സവാള അരിഞ്ഞു വെച്ചത്, ഒരു 5 തക്കാളി അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി തല്ലിയത് ഒരല്പം ഇടാം. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയായി. ഇനി അടുത്ത പരിപാടി തുടങ്ങാം. ചെമ്പൊന്ന് ചൂടായതിനു ശേഷം ഒരല്പം ഡാൽഡ ഇലോട്ടിടാം. അത് ചൂടായി വന്നതിന് ശേഷം ഞങ്ങൾ തല്ലി കരുതി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഞങ്ങൾ ഇവിടെ കരുതി വെച്ചിരുന്ന ഒരു സവാളയും 2 പച്ചമുളകും കൂടി അതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു അല്പം ഓയിൽ ഒഴിക്കുക. ഏത് ഓയിൽ ഒഴിക്കാം, നെയ്യാവാം, ഡാൽഡയാവാം. ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചു. അങ്ങനെ വെള്ളത്തിന്റെ അളവ് പറയാം. 1 കപ്പരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളം ഒന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ആ വ്യക്തിയുടെ ഇളക്ക് കണ്ട് മറ്റൊരു വ്യക്തി ഒരു നല്ലൊരു കമന്റും ചെയ്തു. ഉപ്പ് ഒരല്പം മുന്നോട്ട് നിൽക്കണം, അരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അരി ഇടാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചോറ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രങ്ങളിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം പാത്രം നല്ലപോലെ വൃത്തിയാക്കിയതിനു ശേഷം ഇതൊന്ന് ദമ്മ് ചെയ്യാൻ തുടങ്ങാം. അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ഓയിൽ ആദ്യം ഒഴിച്ച് ആ ചിക്കൻ ഫുള്ള് അതിലോട്ട് ഇടുക. ഇതേപോലെ ഇട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി വെക്കാം. അതിനുശേഷം നമ്മൾ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഫസ്റ്റ് ലെയർ ചോറ് വാരി അതിലോട്ട് വെക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ലെയറും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഫുൾ ബിരിയാണി റൈസും ഇതിലിട്ട് മാറ്റുക. ഇതേപോലെ നല്ലപോലെ ചോറ് ഒതുക്കിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരുന്ന പുതിനയില, മല്ലിയില, കാഷ്നട്ട് വറുത്തത്, ഉണക്കമുന്തിരി വറുത്തത്, സവാള ഫ്രൈ ചെയ്തതും നെയ്യും ഒഴിച്ച് നല്ലതുപോലെ ഇത് അടച്ചു വെക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ മൈദാമാവ് കുഴച്ചതാണ്. ഇതിൻ്റെ അടപ്പിൽ ഇങ്ങനെ തേക്കുക. അതിനുശേഷം ഈ ചരുവത്തിൻ്റെ സൈഡിലും ഇങ്ങനെ തേച്ച് നല്ലതുപോലെ സെറ്റാക്കി ഇതേപോലെ നല്ല പ്രസ് ചെയ്ത് അടച്ചു വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചൂടുവെള്ളമോ കരിക്കനലോ വെച്ച് നമുക്കിത് ദം ചെയ്യാം 1/2 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ അല്പം പപ്പടവും പൊരിച്ച് സലാഡും ഉണ്ടാക്കാം.
എന്ന് കരുതി ഞങ്ങൾ എല്ലാവരും ഓരോ ജോലികൾ ഏറ്റെടുത്തു. അങ്ങനെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ചെമ്പ് പൊട്ടിക്കാൻ സമയമായി. വരൂ, നമുക്കിനി ചെമ്പ് പൊട്ടിച്ചു തുടങ്ങാം. എല്ലാവരും കൂടി ചേർന്ന് ചെമ്പ് പൊട്ടിക്കുന്ന മേളയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഞങ്ങളെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇനി നമുക്കിത് കഴിച്ചു തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സുപ്ര വിരിക്കലും അച്ചാർ വിളമ്പലും പപ്പടം വിളമ്പലും മറ്റുള്ള എല്ലാ ജോലികളും ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തു. അത് വളരെ കൃത്യമായ രീതിയിൽ. ഇനി വളരെ പെട്ടെന്ന് തന്നെ ദം ബിരിയാണി കഴിച്ചു തുടങ്ങാം. എല്ലാവർക്കും വളരെയധികം സന്തോഷമായി തുടങ്ങി. അവർക്കെല്ലാം മലബാർ ബിരിയാണി വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ കൂടെയുള്ളവർ UP സ്വദേശികൾ, മലയാളികൾ, ബംഗ്ലാദേശ് സ്വദേശികൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ മലബാർ ബിരിയാണി. ഇതേപോലൊരു മലബാർ ബിരിയാണി കഴിച്ചിട്ട് ഒത്തിരി നാളായെന്ന് അവർ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബ്രദേഴ്സ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എന്ന ചാനലിനെ നിങ്ങളുടെ കരങ്ങളോട് ചേർത്ത് പിടിച്ച് ഒരു സബ്സ്ക്രൈബിലൂടെയും ഒരു ലൈക്കിലൂടെയും ഒരു കമന്റ്സിലൂടെയും ഞങ്ങളോടൊത്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതകൾ, അതായത് ഹോം സ്റ്റേ അവൈലബിൾ ആണ്. നല്ല ഐറ്റംസ് ഫുഡും സീ ഫുഡുകളോടുകൂടിയ എല്ലാ തരം ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അബഹയിൽ നിന്ന് തുടങ്ങുന്ന റോഡ് മക്ക റിയാദ് മെയിൻ റോഡിലാണ് ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്.